കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പിങ്കി നായന് നേർക്കുനേർ പൊരിഞ്ഞ പോരാട്ടം നടത്തുവാണ്. കയ്യാങ്കളിയോടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അർജുൻ പെട്ടെന്ന് കഥ തുറന്നുകൊണ്ട് ഇറങ്ങി വന്നേ. എന്താ എന്താ ഇവിടെ നിന്ന് ചോദിക്കുവാണ്. ഇതൊരുമാതിരി നാണം കെട്ട പരിപാടി എന്ന് പറഞ്ഞ് അർജുൻ അങ്ങോട്ട് വരുവാ. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, ഇവളുണ്ടല്ലോ, ഇവള് മുറിക്കകത്തേക്ക് കയറാൻ വരുവാന്ന് പറയണം. ഈ സമയം അർജുൻ പറഞ്ഞു, നീ എന്താ പിങ്കി, എന്തിനാ അവളെ തടയണെന്ന് ചോദിക്കണം. തടയണ എന്തിനാന്നോ, ഇതെന്റെ മുറിയാ, അതിനിപ്പോ എന്താ കുഴപ്പം? അതെ, എന്റെ അനുമതി ഇല്ലാതെ അങ്ങോട്ട് കയറേണ്ട കാര്യമില്ല. ഇവളോട് ഞാൻ എന്തിനാ കയറുന്നതെന്ന് ചോദിച്ചു. ഇവൾക്ക് വന്ന് കയറേണ്ട ആവശ്യമുണ്ടോ? ഈ സമയം നായർ പറഞ്ഞു, ഞാൻ അർജുനെ കാണാനായിട്ട് വന്ന ആ സമയത്ത് ആ പിങ്കി എന്നെ തടഞ്ഞെന്ന് പറയാം. അതെ പിങ്കി, നീ എന്തിനാ ഇവളെ തടഞ്ഞത്? എനിക്കിഷ്ടമില്ല ഇവളീ മുറി കയറുന്ന പറയാം. അതെന്താ പിങ്കി അങ്ങനെ പറയുന്നേ? ഒരാള് മുറിയിലേക്ക് വന്ന് കയറുന്ന ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യമില്ലോ. എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല, അത്ര ഉള്ളതെന്ന് പറയണം. ഇത് കേട്ടെന്ന് നയന പറഞ്ഞു, കേട്ടില്ല അർജുൻ പറഞ്ഞത്. ഞാൻ എന്തോ വലിയ ഏതോ മഹാ അപരാധം ചെയ്യാൻ വന്ന പോലെ പിങ്കിയുടെ പറച്ചില്ല. ഞാൻ നീയായിട്ട് എന്തോ കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ട് വന്ന ആ സമയത്താണ് പിങ്കി എന്നെ തടഞ്ഞെന്ന് പറയാം. പെട്ടെന്ന് അർജുൻ പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെ കാണാനായിട്ട് ആരെങ്കിലും മുറിയിലേക്ക് കയറി വന്ന തടയാനുള്ള അധികാരമൊന്നും നിനക്കില്ല. പറഞ്ഞു കേട്ടല്ലോ, എന്റെ കാര്യത്തിൽ കൂടുതൽ നീ ഇടപെടണ്ടെന്ന് പറയാം. ഇത് കേട്ടോ പിങ്കി പറഞ്ഞു, ഓഹോ, അപ്പൊ ഞാൻ ആരുമല്ല അല്ലേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടോ അർജുൻ പറഞ്ഞു, പറഞ്ഞത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടോ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് പിങ്കി അങ്ങോട്ട് പോവാണ്. ഈ സമയം നായനയുടെ അടുത്ത് വന്നിട്ട് അർജുൻ ചോദിച്ചു, അല്ല നിനക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞ്. അതെന്തോ ഒരു ജോക്കായിരുന്നു, ഞാൻ മറന്നുപോയെന്ന് പറയാം. അല്ല, അവൾ എന്തിനാ അർജുൻ എന്നെ തടഞ്ഞെന്ന് ചോദിക്കാം. അത് തടയാതിരിക്കാൻ പറ്റുമോ? കാരണം ഞാനും അവളും അറിയാലോ ഷെയർ ചെയ്യുന്ന മുറിയാണിത്. അതോടൊപ്പം തന്നെ അവളുടെ അനുമതിയും കൂടെ വേണം ഇങ്ങോട്ട് കയറണമെങ്കിൽ. ഇപ്പൊ എന്റെ തന്നെ റൂമാണെങ്കിൽ കുഴപ്പമില്ല, ഇപ്പൊ അവളുടെയും കൂടെ റൂം ആയതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും വന്ന് കയറുന്ന ചിലപ്പോൾ അവൾക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും. അത് സൂക്ഷിക്കേണ്ട ആള് നീയല്ലെന്ന് ചോദിക്കുക. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ അലമ്പ് വഴക്കൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് അർജുൻ അങ്ങോട്ട് കയറി പോവാ. ഈ സമയം നയന മനസ്സിൽ പറഞ്ഞു, അർജുൻ നിന്നെ അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. കണ്ടോ, ഒരു ദിവസം നീ പറയും ഇതെന്റെ നയനയുടെ മുറിയാന്ന്, പിങ്കിനെയും മുറിയിൽ ഇറക്കി വിടും. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് മനസ്സിൽ പറയാ. പിന്നീട് പിങ്കിക്ക് ആ പടം അസ്വസ്ഥ, ദേഷ്യമോ സങ്കടമോ എന്താ ചെയ്യേണ്ടെന്നറിയില്ല. അങ്ങനെ നേരെ ചെന്നിട്ട് റിഹ്റാമനെ വിളിക്കുവാണ്. പിങ്കിയുടെ പപ്പാനെ വിളിക്കുവാണ്. വിളിച്ചിട്ട് പറഞ്ഞു, പപ്പ ഞാൻ പറഞ്ഞല്ലോ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയണ. അർജുനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയുവാണ് പിങ്കി. ഇതെല്ലാം കേട്ട് ഞാൻ റിഹ്റാം പറഞ്ഞു, മോള് സമാധാനമായിട്ടൊന്ന് ഇരിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പം നയനയാണ്, അവള് പറയുന്നതിനാണ് അർജുൻ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ ഇവിടെ ആരുമല്ല. കാരണം എന്റെ വാക്കിന് ഒരു വിലയും തരുന്നില്ല. ഭാര്യ എന്നത് പദവി മാത്രമേ ഉള്ളൂ. പക്ഷേങ്കില് നയനയ്ക്ക് അർജുനോടുള്ള പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല പപ്പ എന്ന് പറയാം. ഇത്രയും കാലം ഞാൻ പപ്പാട് ഒരു പരാതിയും പറയാൻ വന്നിട്ടില്ല. അർജുൻ ഇവിടെ ഇല്ലാതിരുന്ന കാലത്ത് പോലും ഞാൻ ഒന്നിനും വന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അർജുൻ ഒന്നെങ്കിൽ ഏടത്തിയമ്മയോടൊപ്പം അല്ലെങ്കിൽ ഗൗതമേനോടൊപ്പം, ഇങ്ങനെയൊക്കെ അർജുന്റെ കമ്പനി. എൻ്റെ അടുത്ത് വരാനോ എൻ്റെ അടുത്ത് കമ്പനി വിടാനോ അർജുന് സമയമില്ല. ഇപ്പോഴാണ്ടെ ആ നയനപ്പിശാശ് എന്ന് പറഞ്ഞ ഒരുത്തിയും കൂടെ വന്ന് കയറിയിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ട് പറഞ്ഞു, ഞാൻ വരാം. എനിക്കറിയാം മോൾ ഇന്ന് വരെ എന്നോടൊരു പരാതിയും വന്ന് പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. ഇത് മോളുടെ മനസ്സിൽ അത്രയ്ക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മോള് ധൈര്യമായിട്ടിരുന്നു. പപ്പ എത്രയും പെട്ടെന്ന് വരണം, പറ്റുമെങ്കിൽ നാളെ തന്നെ വരണം എന്ന് പറയാം. ശരി, ഞാൻ എത്തിയേക്കാം, മോള് വെച്ചോളാൻ പറയണം. അങ്ങനെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് ഒരു സമാധാനമായി. പിങ്കി നേരെ അകത്തേക്ക് എറിയുമ്പോൾ അരുന്ന് ചോദിച്ചു, ആരെയാ? പിങ്കിയുടെ ഡാഡീനെയാണ് വിളിച്ചെന്ന് ചോദിക്കും. അത് ഞാൻ എൻ്റെ പപ്പാനെ വിളിച്ചെന്ന് പറയണ. അല്ല, എന്തിനാ ഇപ്പം വിളിച്ചേ? എന്തിനാ വിളിച്ചെന്നോ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണ്ടേ? ഇത്രയും നാളും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇനി അങ്ങനെയല്ല. ഇവിടെ എനിക്ക് എന്തെങ്കിലും വില തരുന്നുണ്ടോ? ഇല്ലല്ലോ. അവള് ആ നയനയ്ക്കല്ലേ ഇവിടെ പ്രാധാന്യം കൂടുതല്. അല്ല, അവളുടെ ആട്ടും തുപ്പും കേട്ട് ഞാൻ എന്തിനാ ഇവിടെ കിടക്കണേ? കാര്യത്തിനൊരു തീരുമാനമാക്കണ്ടെന്ന് ചോദിക്കും. ഈ സമയം അരുന്ധതി പറഞ്ഞു, അതെ പറഞ്ഞല്ലോ, വെറുതെ ഒരു പ്രശ്നം വഷളാക്കാൻ എളുപ്പമാ. അതെ വെല്ലുമ്മയ്ക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ആദ്യം ഒരു കാര്യം ചെയ്യുക, ആ നയനെ പോയി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എന്റെ നിരക്ക് ചാടിക്കടിക്കാൻ പോ. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയൊക്കെ ഉണ്ട്. എത്രയെന്ന് വെച്ചാൽ ഞാൻ കണ്ടിരുന്നടിക്കുന്നത് എന്ന് പറഞ്ഞ് പിങ്കി അങ്ങോട്ട് കയറി പോവാണ്. അരുന്ധതിക്ക് മനസ്സിലായി പിങ്കിയുടെ മനസ്സിൽ ചാഞ്ചാട്ടം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കാരണം അർജുനെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. നയനയുടെ വരവോടുകൂടി കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്ന നന്ദയ്ക്ക് വല്ലാത്ത സങ്കട. നന്ദ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഗൗതമിനെ ഫോണ് അറ്റൻഡ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മ അങ്ങ് കയറി വന്നു. എന്താ മോളെ, നിനക്ക് എന്ത് പറ്റി? അയ്യോ നീ കരയുവള്ളോ, എന്താ മോളെന്ന് ചോദിക്കുക. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ട്, എന്താ പ്രശ്നം?
ഞാൻ വിളിച്ചിട്ട് ഗൗതം സാർ ഫോൺ എടുക്കുന്നില്ല. എപ്പോ തൊട്ട് വിളിക്കുന്നതെന്നറിയോ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയണം. എന്താ മോളെ ഇത്? സാരമില്ലാട്ടെ, പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയമ്മ നന്ദനെ ചേർത്ത് പിടിക്കണം. അവനിങ്ങോട്ട് വരട്ടെ, അവനോട് ഞാൻ ചോദിക്കുന്നുണ്ട്, മോള് വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തേന്ന്. മോള് സമാധാനപ്പെട്. ദേ അവനിങ്ങ് വരുമ്പോ ഞാൻ അവനെ രണ്ട് ചീത്ത പറഞ്ഞോളാന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയമ്മ നന്ദനെ ആശ്വസിപ്പിച്ചോണ്ടിരിക്കുക. ഈ സമയത്താണ് ഗൗതം അങ്ങോട്ട് വരുന്നത്. ഗൗതം വന്നപ്പോ പെട്ടെന്ന് ലക്ഷ്മിയമ്മ എഴുന്നേറ്റിട്ട് ചോദിച്ചു, എന്താടാ നീ എന്താടാ മോള് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേന്ന് ചോദിക്കുക. അതോ, അത് അവളോട് തന്നെ ചോദിച്ചു നോക്ക്. ഈ സമയം നന്ദ പറയാൻ, ഞാൻ എന്ത് തെറ്റിയെന്നാ, ഞാൻ എത്ര സമയമായെന്നറിയാ വിളിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ടോ ഒരു തവണയെങ്കിലും അറ്റൻഡ് ചെയ്തോന്ന് ചോദിക്കും. ഓഹോ, അപ്പൊ നീ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കണം അല്ലേ? ഇത് കേട്ട ലക്ഷ്മി പറഞ്ഞു, എടാ അവള് കരഞ്ഞോണ്ടിരിക്കുന്ന കേട്ടില്ലേ, അവൾക്ക് നല്ല സങ്കടമായി, അവള് കുറച്ച് സങ്കടപ്പെട്ടെന്ന് പറയാ. ദേ ഗൗതം, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, ഒരെണ്ണങ്ങ് വെച്ച് തന്നാണ്ടല്ലോ എന്ന് പറയാ. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, അമ്മ എന്തറിഞ്ഞിട്ടേ പറയണേ, ഇവള് കാണിച്ച പരിപാടി എന്താ നമുക്ക് അറിയാവോ? പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. 11 മണിക്ക് പുറത്തു പോകാന്ന് പറഞ്ഞു. പിന്നീട് അവിടെ വന്നൊന്ന് ഫോൺ ചെയ്ത് 3 മണി ആകുന്നോടം വരെ അവിടെ നിന്നു. പക്ഷെ എങ്കിൽ നന്ദ കോൾ അറ്റൻഡ് ചെയ്തില്ല. അവസാനം 3 മണിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഓഫീസിലേക്ക് തിരികെ പോണായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തിരികെ പോവാ ചെയ്തേ. അതിനുശേഷം ഇവളെന്നെ ഫോൺ വിളിച്ചേ. പിന്നെ ഞാൻ എങ്ങനെ അറ്റൻഡ് ചെയ്യാനാ? ഇല്ലാത്ത സമയം ഉണ്ടാക്കിയാ ഞാൻ അങ്ങോട്ട് വന്നത്. പെട്ടെന്ന് നന്ദ പറഞ്ഞു, ശരിയാ ഗൗതം സാർ പറഞ്ഞത് ശരിയാന്ന് പറയണേ. ലക്ഷ്മി പറഞ്ഞു, പിന്നെന്തിനാ മോള് വിഷമിക്കണേ? അതല്ല, പക്ഷെ അതിന്റെ ഒരു കാരണമുണ്ട്, ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്യാത്തതിന്റെ ഒരു കാരണം ഉണ്ടെന്ന് പറയാം. അത് കേട്ട ഗൗതം പറഞ്ഞു, നിനക്ക് എന്ത് കാരണം പറയാനുള്ളേ? നീ എന്താ ആരുടെയെങ്കിലും തടങ്കലിലാണെന്ന് ചോദിക്കും എന്റെ ഫോൺ എടുക്കാതിരിക്കാൻ വേണ്ടി. ഇത് കേട്ട നന്ദ പറഞ്ഞു, ഒരു കണക്കിന് പറഞ്ഞ അങ്ങനെ പറയുന്നതായിരിക്കും ശരി, ഞാൻ തടങ്കലിൽ തന്നെയായിരുന്നു ആ വിജയശങ്കറിനെ എന്ന് പറയാണ്. വിജയശങ്കറിന്റെയോ? അതെ, എന്റെ HODയുടെ അയാളുടെ സ്വഭാവത്തെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ ഫോൺ വരെ അയാളെ പിടിച്ചു വാങ്ങി വെച്ചേക്കുമായിരുന്നു. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. 11 മണിയായി. പ്രാക്ടിക്കൽ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് അയാൾ വന്നതും, അയാൾ വന്നിട്ട് ഇപ്പൊ പോണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി, ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ കൂടെ അറ്റൻഡ് ചെയ്തിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഫോൺ വരെ ബലമായിട്ട് പിടിച്ചു വാങ്ങി വെച്ചേക്കെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഗൗതം പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം. പിന്നീട് ഗൗതം എന്ത് ചെയ്യാണ്? ഗൗതം പുറത്തേക്ക് വന്നപ്പോൾ നന്ദി വെച്ചു, അല്ല ഗൗതം സാർ എങ്ങോട്ടാ പോന്നെ? അതുണ്ടെന്ന് പറയണം. നിനക്ക് വിഷമമായില്ലേ? സാരമില്ല, പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയെ ആശ്വസിപ്പിക്കണം. നന്ദ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേങ്കില് ഗൗതം സാർ എന്നോട് പിണങ്ങിയില്ലോ, അതെനിക്ക് തന്നെ ഒരു സമാധാനമായിരുന്നു പറയാം. എന്നാ ശരി, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറയാണ്. അങ്ങനെ ഗൗതമനെ വന്ന് നന്ദ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയം ഗൗതം പറഞ്ഞു, ഇനിയിപ്പൊ അയാളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ആരെ? നിന്റെ ആ HODനെ അവനിട്ടൊരു പണി കൊടുക്കണമെന്ന് പറയാം. ഇത് കേട്ട നന്ദ പറഞ്ഞു, അത് വേണം, വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ പിന്നെ അതങ്ങോട്ട് വഷളായി പോവും. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അയാളെ. ഈ ഗൗതം മഹേശ്വർ ആരാന്ന് അയാൾക്ക് അറിയത്തില്ല. അയാൾ ഹരാസ് ചെയ്യുന്നതിന്റെ ഒരു പരിധിയുണ്ട് എന്ന് പറയണം. പിന്നീട് കാണിക്കുന്ന ഗൗതം നേരെ കോളേജിലേക്ക് ചെല്ലുവാണ്. നന്ദയുടെ നേരെ ചെന്ന് വിജയശങ്കറിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. വിജയശങ്കറിനെ ചെന്ന് കണ്ടു ചോദിച്ചു, അല്ല പ്രൊഫസർ വിജയശങ്കർ അല്ലേന്ന് ചോദിക്കും. അതെ അതെ, ഞാൻ ഗൗതം മഹേശ്വർ, അറിയാവോ? നന്ദയുടെ ഭർത്താവാന്നൊരു. ഓ എന്ന് പറയാണ്. അപ്പൊ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് കൈ അങ്ങോട്ട് പിൻവലിക്കുകയാണ്. നന്ദയുടെ ഹസ്ബൻഡ് ഗൗതം മഹേശ്വറാന്ന് അറിഞ്ഞപ്പോ തന്നെ കൈ അങ്ങോട്ട് പെട്ടെന്ന് പിൻവലിച്ചു. എന്താ സാറേ കൈ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി എന്താന്ന് ചോദിക്കും. ഒന്നുമില്ലാന്ന് പറയാണ്. അല്ല സാർ എന്താ ഒന്ന് ഞെട്ടിയത്? ഞാനിതിനെ ഞെട്ടുന്നേ? എനിക്ക് ഞെട്ടേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാം. പിന്നെ സാറിന് എന്താ മുഖത്തൊരു വൈക്ലഭ്യം പോലെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയും. എവിടെ താൻ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? താനിപ്പോ എന്തിനാ വന്നിരിക്കണേന്ന് ചോദിക്കാണ്. അല്ല സാർ എന്തിനാ എത്ര ദേഷ്യപ്പെടുന്നേ? എന്താ കാര്യം എന്ന് ചോദിക്കാം. അതെ, എനിക്ക് അല്പം ധൃതി കൊണ്ട് പോണെന്ന് പറയാം. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ സാറേ. സാർ എന്താണെങ്കിലും ഇവിടെ ഭയങ്കര പ്രകടനമെന്ന് പറയുന്നത് കേട്ടല്ലോ. ഓ ഇനിയിപ്പൊ നന്ദ വന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അതെ, നന്ദയ്ക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനാണെങ്കിൽ താൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമിരുന്നില്ല. പറഞ്ഞു കേട്ടല്ലോ. അവളുണ്ടല്ലോ, അവളൊരു കേമി തന്നെയാന്ന് പറയണം. അവളെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതിനു മുമ്പുണ്ടായിരുന്ന HOD ഒക്കെ അവള് പറയുന്നൊക്കെ അനുസരിക്കും. പക്ഷെ ഞാൻ അത്രക്കാരനൊന്നുമല്ല. പറഞ്ഞു കേട്ടല്ലോ, അവളെപ്പോഴൊരു മോശം പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത് കേട്ടപ്പം ഗൗതം പറഞ്ഞു, സാറിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞു കേട്ടല്ലോ, അത് മാറ്റി തരാനും കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. ഓഹോ, തന്നെ ഭീഷണിപ്പെടുത്തിയാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവള് കണ്ട ചെറുക്കന്മാരുടെ കൂടെ കറങ്ങി നടക്കുന്നതിന് ഞാൻ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അവൾക്ക് അതും കൂടി ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടായിരിക്കും ഭർത്താവിനോട് വന്നിട്ട് ഭാര്യ വിഷമങ്ങളൊക്കെ പറഞ്ഞല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ഗൗതം പറഞ്ഞു, നന്ദ എന്താന്ന് എനിക്കറിയാം, സാർ എന്താന്ന് എനിക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാറിന്റെ അടുത്ത് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ സാറിനെ കാണാൻ വേണ്ടി മനഃപൂർവ്വം വന്നതല്ല.
ഞാൻ പ്രിൻസിപ്പളിനെ കാണാൻ കൂടി വന്ന ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ക്യാമ്പസിൽ വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സാറിനെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നന്ദയുടെ HOD അല്ലേ, കാണേണ്ട മര്യാദ എനിക്കും ഉണ്ടല്ലോ, അതുകൊണ്ട് വന്നാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്തേലും ഭീഷണിപ്പെടുത്താനോ എന്തേലും വഴിയാണെങ്കിൽ ഇതേ മര്യാദയ്ക്ക് പൊക്കോണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു, ഭീഷണിപ്പെടുത്താനോ? എന്റെ സാറേ, ഞാൻ കൈ ചുറ്റി ഒറ്റ എണ്ണം തന്നാണ്ടല്ലോ, ഈ അടിവയർ നോക്കി ഒറ്റ എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ സാറ് പിന്നെ എഴുന്നേക്കത്തില്ല. അറിയാലോ, ഈ ഗൗതം മഹേശ്വർ ആരാന്ന് ശരിക്കും നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാ. താൻ ആരാന്ന തന്റെ വിചാരം? വലിയൊരു HOD വന്നിരിക്കുന്നു എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഭീഷണിയാണോന്ന് ചോദിക്കണം. അതെ, ഭീഷണി തന്നെയാണ്. ദേ, ഞാൻ പ്രിൻസിപ്പളിന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറയാം. കംപ്ലൈന്റ് ചെയ്യേ സാറേ, കംപ്ലൈന്റ് ചെയ്യെന്ന് പറയണം. പക്ഷെ ഒരു കാര്യമുണ്ട്, സാറ് കംപ്ലൈന്റ് ചെയ്താലും അവസാനം സാറിന് എന്റെ അടുത്ത് എന്റെ കാല് പിടിച്ച് വരേണ്ട വരുമെന്ന് പറയാം. തന്റെ അടുത്ത് കാല് പിടിച്ചു വരാനായിട്ടാ ഞാനാ? അതൊന്നും നടക്കുന്ന കാര്യമല്ല ഗൗതം എന്ന് പറയണം. സാറിന് കാണണമെന്ന് ചോദിക്കും. ഒരു കാര്യം ചെയ്യാം, സാർ എന്റെ കാല് പിടിച്ച് വരും, പക്ഷെ അതിനു മുമ്പ് സാറിന് ഞാൻ ചാൻസ് തരാം. വാ, പുറത്തേക്ക് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാണ്ട്, നമുക്കൊരു കോഫിയൊക്കെ കുടിച്ച് മര്യാദയ്ക്ക് സംസാരിക്കാന്ന് പറയാം. ഇത് കേട്ടതും വിജയശങ്കർ പറഞ്ഞു, ഞാൻ വരുന്നില്ല എന്ന് പറയണ. അങ്ങനെ പറയില്ല സാറേ, വരുവാണെങ്കിൽ സാറിന് ഗുണമുണ്ട്, അല്ലെങ്കിലുണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല. സാറിന്റെ എല്ലാ ചരിത്രവും ഭൂമിശാസ്ത്രമൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. വാ സാറേ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ വിജയശങ്കറിന് ഒരു ടെൻഷൻ, ഇനിയിപ്പോ എന്തിനായിരിക്കും പോലും വിളിക്കുന്നേ? സാർ ഇങ്ങോട്ട് വാ, പുറത്തേക്ക് വാ, ഇവിടെ വെച്ച് ഭയങ്കര ഡിസ്റ്റർബൻസ് ഒക്കെ അല്ലേ, കുട്ടികളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കല്ലേ, സാറിൻ്റെ കൂടെ വരാൻ പറയണം. അങ്ങനെ വിജയശങ്കറിനെ പുറത്തേക്ക് കൊണ്ടുപോവാണ്. പിന്നീട് പുറത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വിജയശങ്കർ എന്താ നിങ്ങൾ എന്താ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാൻ അധികം അപരിചിതരോട് അധികം ഇങ്ങനെയൊന്നും അടുപ്പം കാണിക്കാറില്ല. കാര്യം എന്താന്ന് പറ, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ കാര്യം പറയാണ്. അതെ, അവിടെ നിന്നിട്ടൊരു പ്രൈവസി ഇല്ല സംസാരിക്കാനായിട്ട്. എനിക്ക് സംസാരിക്കാനും കുഴപ്പമില്ല, പക്ഷെ ആൾക്കാർ കേട്ടിട്ടുണ്ടെങ്കിൽ സാറിന് തന്നെയാണ് നാണക്കേടെന്ന് പറയാം. എനിക്ക് നാണക്കേടോ? എനിക്ക് എന്ത് നാണക്കേടാണെന്ന് ചോദിക്കും. അതെ സാറ് ഇതിനു മുമ്പ് എവിടെയാ ഉണ്ടായിരുന്നത്, എങ്ങനെയാ ഉണ്ടായിരുന്നത്, അതിനെക്കുറിച്ചൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് പറയാം. ഇത് കേട്ടതും അയാൾ ചോദിച്ചു, തനിക്ക് എന്തറിയാന്നാണോ താൻ പറയുന്നത്? കുറെ സമയമായല്ലോ. നന്ദയ്ക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വന്നായിരിക്കും, അവള് വന്ന് എന്തെങ്കിലുമൊക്കെ കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്ന് പറയണം. അവളെ എങ്ങനെ നന്നാക്കണം എന്നുള്ള എനിക്കറിയാന്ന് പറയാം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, സാറ് പിന്നെ അവിടെ തന്നെയാണല്ലോ നിൽക്കണേ, നമുക്ക് ഈ തോണി അവിടെ നിന്ന് കരയ്ക്കൊന്ന് അടുപ്പിക്കണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിൽ കൂടിയിട്ട് കളിച്ചിട്ട് കാര്യമില്ലോ എന്ന് പറയാം. പിന്നീട് ഗൗതം പറഞ്ഞു, ഇതിനു മുമ്പ് മിസ്റ്റർ വിജയശങ്കർ എവിടെയാന്നുള്ളതിനും എന്തൊക്കെയാണെന്ന് എനിക്കറിയാന്ന് പറയണേ. ഈ സമയത്ത് വിജയശങ്കർ പറഞ്ഞു, എനിക്ക് തന്റെ കൂടുതലൊന്നും കേൾക്കാനില്ല, എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞും കൂടെ പോവാണ്. പെട്ടെന്ന് ഗൗതം അവിടെ നീലപ്പൊന്മാനെ നിന്ന് വിളിക്കുവാണ്. ആ വിളി കേട്ടത് ഞെട്ടിത്തെറിച്ച് അയാൾ തിരികെ വരുവാണ്. എന്താ വിളിച്ചേ? നീലപ്പൊന്മാനെന്ന്. എന്ത് പറ്റി? ആ പേര് കേട്ടത് ഒരു ഞെട്ടലുണ്ടായെന്ന് ചോദിക്കുക. ഇതിനു മുമ്പ് സാറ് ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ സാറിന് ഇരട്ടപ്പേരുണ്ട്, നീലപ്പൊന്മാന്, കരിമ്പുലി, അങ്ങനെ പല പല പേരുകളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തിനാ കിട്ടിയെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കോളേജ് ക്യാമ്പസ് വെച്ച് സാറിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വിസ്തീരിക്കേണ്ട കാര്യമില്ലോ എന്ന് പറയാം. ഇത് കേട്ടത് ആകെപ്പാടെ ഞെട്ടിപ്പോയി. അയാൾ ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ലതെന്നും. അത് മാത്രമല്ല, വേറെ പല കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അങ്ങ് വടക്കൻ കേരളത്തിൽ സാറ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്ത പല കാര്യങ്ങളും. അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഒരു പേഷ്യന്റിനെ കയറ്റി, പക്ഷേ എങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും വയറുവേദന കുറയണില്ല. പിന്നെ രണ്ടാമത് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു. അപ്പോഴല്ലേ ഇത് കുറെ വലിയ സൂചിയ വയറ്റിലിട്ട് തുന്നിക്കെട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ആ പേഷ്യന്റ് അങ്ങോട്ട് മരിച്ചുപോയി. ആ രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷം. പക്ഷെ രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്ത ആളുടെ പേര് കേസും വന്നു, ഡോക്ടറുടെ പേരില്. സാറ് വിദഗ്ധമായിട്ട് അങ്ങോട്ട് മുങ്ങിയില്ലേ, പക്ഷെങ്കിൽ ആ കേസ് ഞാനൊന്ന് കുത്തിപ്പൊക്കെയാണല്ലോ. സാറ് എവിടെ ചെന്ന് നിൽക്കും, എന്റെ കാലെ പിടിച്ച് തനിയെ വരൂന്ന് പറയാം. ഇത് കേട്ടോ, ദൈവമേ പെട്ടല്ലോന്നായിപ്പോയി വിശാണ്. സോറി ഗൗതം, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു പ്രശ്നത്തിനും വരത്തില്ല. അങ്ങനെ വഴിക്കുക. ദേ, നിങ്ങളുടെ ഭാര്യയെ ഞാൻ ഇനി ഒരു രീതിയിൽ ഹരാസ് ചെയ്യലെന്ന് പറയണം. ഓ, അപ്പൊ അറിയായിരുന്നില്ലേ ഉപദ്രവിക്കുമായിരുന്നു മനഃപൂർവ്വം. എടോ, തന്റെ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. താൻ എന്താന്നും ഏതാന്നും എങ്ങനെയുള്ള ഒരുത്തനാന്നും. താൻ ഒരു പുണ്യാളം ചമ്മഞ്ഞ് ഇവിടെ ഇരിക്കുകയല്ലേ വന്ന്. തന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു ഹിന്റ് കുട്ടികൾക്ക് കൊടുത്താൽ മതി, പിന്നെ തനിക്ക് പുല്ല് വില മാത്രമേ കിട്ടത്തുള്ളൂ, അറിയാലോ. അത് ഞാൻ കൂടുതൽ പറയണമെന്ന് ചോദിക്കും. ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത്, ഇനി ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരത്തില്ലെന്ന് പറയാം. അങ്ങനെ വിജയശങ്കർ ഗൗതത്തിന്റെ കാല് പിടിക്കുകയാണ്. ഗൗതം ഇത് അവസാന വാണിങ്ങ, ഇനി നന്ദയുടെ മേലില് തന്റെ ഒരു കണ്ണ് പോലും പറഞ്ഞു കേട്ടല്ലോ, അവൾക്ക് താനായിട്ട് ഒരു ഉപദ്രവം ഉണ്ടാക്കി കൊടുത്തേക്കല്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗൗതം മഹേശ്വർ ഒരു വരവ് ഇങ്ങോട്ട് വരും. വെറും വരവായിരിക്കില്ല, കൈവലങ്ങുമായിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ
വല്ലാത്തൊരവസ്ഥയിൽ വിജയശങ്കർ നിൽക്കുക. പിന്നീട് ഗൗതം പറഞ്ഞു, ഇനി മേലാല് ഇങ്ങോട്ട് വരുത്തുകയും കൂടെ ചെയ്യരുത്. വരുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അടിച്ച് ഞാൻ ഇഞ്ച പരുവാക്കുമെന്ന് പറയണം എന്നും പറഞ്ഞ് ഗൗതം അങ്ങ് തിരിഞ്ഞു കിടക്കുക. എന്ത് ചെയ്യണം എന്നറിയില്ലാതെ അയാൾ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ ഇന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.